ജയ് മാതാ. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ച സൗഭാഗ്യങ്ങൾക്കും നല്ല അനുഭവങ്ങൾക്കും പരാശക്തിയായ അമ്മയോട് നന്ദി പറയുക, അതായത് കൃതജ്ഞത പ്രകടിപ്പിക്കുക. ഇതൊന്നുമല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും അനുഭവിക്കുമ്പോൾ അമ്മയുടെ അനുഗ്രഹം എന്നെങ്കിലും പറയുക, അല്ലെങ്കിൽ സന്തോഷമായി എന്ന് നമ്മളൊന്ന് പറഞ്ഞു നോക്കുക. അങ്ങനെയാണെങ്കിൽ അത് കേവലം ഒരു ഔപചാരികതയോ അല്ലെങ്കിൽ ഒരു നല്ല ശീലമോ മാത്രമല്ല, അത് നമ്മുടെ മനസ്സിനെയും ജീവിതത്തെയും വളരെ പോസിറ്റീവായിട്ട് മാറ്റിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. നന്ദി പറയേണ്ടതിൻ്റെ ആവശ്യകതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. കൃതജ്ഞത അല്ലെങ്കിൽ നന്ദി പറയുക എന്നത് മാനസിക സന്തോഷം ഉണ്ടാക്കുന്നു, അതുപോലെ സമാധാനവും ഉണ്ടാക്കുന്നു. കാരണം നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നതിന് പകരം നിലവിൽ നമുക്കുള്ള സൗഭാഗ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അത് തന്ന പരാശക്തിയായ അമ്മയോട് നാം ഒരു സന്തോഷം രേഖപ്പെടുത്തുന്നു, അല്ലെങ്കിൽ നമ്മളൊരു അമ്മയുടെ അനുഗ്രഹമാണത് എന്ന് കാണുന്നു. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നന്ദി പറയാൻ കഴിയൂ. അപ്പോൾ അങ്ങനെ നന്ദി പറയുമ്പോൾ അത് നമ്മുടെ മനസ്സിനെ തന്നെ ശാന്തമാക്കുന്നു. കാരണം നമ്മൾക്ക് മനസ്സിലാവുന്നു, നമ്മുടെ അമ്മ നമ്മളെ കെയർ ചെയ്യുന്നുണ്ട്, നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട്, നമ്മൾക്ക് വേണ്ടത് അമ്മ തരുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ നമ്മൾ മനസ്സിലാക്കുന്നു. ഇത് നമ്മുടെ മനസ്സിനെ വളരെ ശാന്തമാക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ ഉത്കണ്ഠകളെ ഇല്ലാണ്ടാക്കുന്നു. രാവിലെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മിലെ ആത്മസ്വരൂപമായി, അല്ലെങ്കിൽ സ്നേഹസ്വരൂപമായി, അല്ലെങ്കിൽ ബോധസ്വരൂപമായി നമ്മുടെ ഹൃദയപത്മത്തിൽ വിരാജിച്ചരുളുന്ന ആ അമ്മയെ മനസ്സിൽ സങ്കല്പിച്ച് അമ്മയോട് നമുക്ക് ആ നിമിഷം കൈവന്നിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാം. ഉദാഹരണത്തിന്, നമ്മുടെ ജീവിതം ഇന്നേക്ക് നീട്ടിക്കിട്ടിയതിന് നന്ദി പറയാം. കാരണം ഓരോ ദിവസവും കിടക്കുമ്പോൾ പിറ്റേ ദിവസം എണീക്കാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ജീവിതം നീട്ടിക്കിട്ടിയത് അത് അമ്മയുടെ അനുഗ്രഹമാണ് എന്ന് കണ്ട് അമ്മയോട് നമുക്ക് നന്ദി പറയാം, അല്ലെങ്കിൽ അത് അമ്മയുടെ അനുഗ്രഹമാണെന്ന് പറയാം. നന്ദി പറയുന്നതിന് മടിയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതൊരു ഫോർമാലിറ്റിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറഞ്ഞാൽ മതി, ഇത് അമ്മയുടെ അനുഗ്രഹം. അറിയാതെ നമ്മൾ നന്ദി എന്നും കൂടി പറഞ്ഞു പോകും. അതുപോലെ നാം ശ്വസിക്കുന്ന ജീവവായുവിന് നമുക്ക് അമ്മയോട് നന്ദി പറയാം. നമുക്ക് ചലിപ്പിക്കാൻ കഴിയുന്ന നമ്മുടെ കൈകൾക്കും കാലുകൾക്കും നമുക്ക് നന്ദി പറയാം. കാരണം കാലും കൈയും അനക്കാൻ വയ്യാതെ കിടക്കുന്ന എത്രയോ പേരെ നമുക്ക് കാണാം ഈ ലോകത്തിൽ. അവ നമുക്ക് തന്നൊരു അനുഗ്രഹമല്ലേ ഈ കൈയും കാലും ചലിപ്പിക്കാൻ പറ്റുക എന്നുള്ളത്. അതുപോലെ ശരിയായി പ്രവർത്തിക്കുന്ന ബുദ്ധിക്കും മനസ്സിനും നമുക്ക് നന്ദി പറയാം. ഒരു മാനസികാരോഗ്യ ആസ്പത്രിയിൽ പോയാൽ നമുക്കറിയാം എത്ര പേര് മനസ്സിന് സുഖമില്ലാതെ നടക്കുന്നുണ്ടെന്ന്. അതുപോലെ നമുക്ക് തന്നെ എല്ലാ സമയത്തും ഒരേപോലത്തെ മാനസിക സ്ഥിതി ആവില്ല. അപ്പോൾ ചിലപ്പോൾ നമ്മൾക്ക് തന്നെ അനുഭവം ഉണ്ടാവും മനസ്സിന് സുഖമില്ലാത്തൊരവസ്ഥ. ചില ഹോർമോൺ പ്രോബ്ലംസും എല്ലാം കൊണ്ട് മനസ്സിന് ഒരു സുഖമില്ലാത്ത അവസ്ഥ നമ്മൾ പലപ്പോഴും അനുഭവിക്കേണ്ടി വന്നേക്കാം. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്കറിയാം മനസ്സിന് സുഖമില്ലാതെ വന്നാൽ നമ്മൾക്ക് എന്തൊക്കെയാണ് നമ്മളുടെ ഒരു മാനസിക സ്ഥിതി എങ്ങനെയായിരിക്കും എന്ന് നമുക്കറിയാം. അപ്പോൾ ശരിയായി പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ ആ ബുദ്ധിക്കും മനസ്സിനും നമുക്ക് നന്ദി പറയാം. അങ്ങനെ അത് പിന്നെ അങ്ങോട്ട് ആ ദിവസം ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ, നമ്മൾ ഫോൺ എടുക്കുമ്പോൾ ഈ ഫോൺ വാങ്ങാനുള്ള ധനം തന്നത് അമ്മയാണ്. അത് നമ്മൾക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ടാക്കി തന്നത് അമ്മയാണെന്ന് കണ്ട് അമ്മയോട് നമുക്ക് നന്ദി പറയാം. അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓരോ കാര്യങ്ങളെയും അമ്മയുടെ അനുഗ്രഹമായി കണ്ട് നന്ദി പറയുമ്പോൾ അത് നമ്മിലെ നിരാശയും ഉത്കണ്ഠയും കുറയ്ക്കാനും ജീവിതത്തിൽ കൂടുതൽ സംതൃപ്തി കണ്ടെത്താനും സഹായിക്കും. കാരണം ഇപ്പോൾ ഈ ഫോണിൻ്റെ കാര്യം എടുത്താൽ, ഈ ഫോൺ തന്നത് അമ്മ നേരിട്ട് വന്ന് തന്നതാണോ? അല്ല. പക്ഷേ
ഇത് ഏതൊക്കെ രീതിയിൽ നമ്മുടെ കയ്യിൽ ആ ധനം ഉണ്ടാവാൻ വേണ്ടി നമ്മളെവിടെയോ ജോലി ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ആരോ ആ കാശ് ചിലവാക്കിയിട്ടുണ്ട്. ആ ചിലവാക്കിയ ആളോടാണ് നമ്മൾ നന്ദി പറയണേ. ആ ചിലവാക്കിയ ആളുടെ ഉള്ളിലിരിക്കുന്ന അമ്മയോടാണ് നമ്മൾ നന്ദി പറയണേ. അപ്പോൾ അമ്മയോട് നന്ദി പറയുമ്പോൾ, അല്ലെങ്കിൽ അമ്മയുടെ അനുഗ്രഹമാണെന്ന് കാണുമ്പോൾ, ഇതിനു വേണ്ടി പണിയെടുത്ത ആ ആളുകൾ, ഈ ഫോൺ ഉണ്ടാക്കാൻ പണിയെടുത്ത ആളുകളുണ്ട്, ഈ ഫോൺ വിൽക്കാൻ പണിയെടുത്ത ആളുകളുണ്ട്, അതുപോലെ അങ്ങനെ ഒരുപാട് പേരുടെ കയ്യിൽ കൂടിയാണ് നമ്മുടെ കയ്യിൽ ആ ഫോൺ എത്തിയിരിക്കുന്നത്. അപ്പോൾ അതാരൊക്കെയാണോ അവരുടെ എല്ലാം ഉള്ളിലിരിക്കുന്ന ഒരേ ഒരു ശക്തിയായ ആ അമ്മയെ കണ്ടിട്ട് നമ്മൾ നന്ദി പറയുമ്പോൾ അവർക്കെല്ലാവർക്കും ആ ഒരു കൃതജ്ഞത കിട്ടിയിരിക്കും. ആ ആളുകൾക്കൊക്കെ ആ ഒരു എനർജി ഈ രൂപത്തിൽ നമ്മൾ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ അമ്മ നമ്മുടെ ഉള്ളിൽ തന്നെ ആയിരിക്കണേ. നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ആ അമ്മയ്ക്ക് നന്ദി പറയുമ്പോൾ അങ്ങനെ എല്ലാവരിലും ഇതിനു വേണ്ടി പ്രയത്നിച്ച എല്ലാവരെയും നമ്മൾ അംഗീകരിക്കുകയാണ് ചെയ്യണത്. അത് നമ്മളുടെ ബുദ്ധിക്കും മനസ്സിനും തന്നെ വികാസമുണ്ടാക്കിക്കൊണ്ടിരിക്കും. അത് നമ്മുടെ ഉത്കണ്ഠയും നിരാശയും ഒക്കെ കുറയ്ക്കും. കാരണം നമുക്ക് വേണ്ടി ചെയ്യാൻ ഓരോ കാര്യങ്ങളും നമ്മളിലേക്ക് കൊണ്ടുവരാൻ അമ്മയുണ്ട് നമ്മുടെ കൂടെ എന്നുള്ള ആ ഒരു തോന്നൽ, ആ ഒരു മാനസിക സ്ഥിതി നമ്മളുടെ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ സംതൃപ്തി കൊണ്ടുവരും, കൂടുതൽ കൂടുതൽ സന്തോഷം കൊണ്ടുവരും, കൂടുതൽ കൂടുതൽ സമാധാനം കൊണ്ടുവരും. നാം ഓരോ നിമിഷവും ജീവിക്കുന്നത് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന ബോധം നമുക്ക് പതുക്കെ പതുക്കെ കൈവരും. അത് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ കാണാൻ നമ്മുടെ കണ്ണിനെയും മനസ്സിനെയും സഹായിക്കും. നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാൻ സഹായിക്കുന്നുണ്ട് ഈ കൃതജ്ഞത. നമുക്ക് ലഭിക്കുന്ന ചെറിയ സഹായങ്ങൾക്ക് പോലും മറ്റുള്ളവരോട് നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾക്ക് അവരിലിരുന്ന് നമ്മിലേക്ക് ആ സഹായം എത്തിച്ച അമ്മയെ കാണാൻ കഴിയുകയും പുറമേക്ക് ആ നന്ദി പ്രകടിപ്പിക്കുമ്പോൾ അവരോടുള്ള ബഹുമാനവും സ്നേഹവും വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് നമ്മൾ. ഇത് സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ, സഹപ്രവർത്തകർ എന്നിവരുമായിട്ടുള്ള ബന്ധം കൂടുതൽ കൂടുതൽ ദൃഢമാക്കും. കുട്ടികൾ പോലും നമുക്ക് എന്തെങ്കിലും സഹായം ചെയ്തു തരുമ്പോൾ നമ്മൾ അഭിമാനം കൈവിട്ട് അവരോട് നന്ദി പ്രകടിപ്പിക്കാൻ പഠിക്കും. നമുക്ക് വേണ്ടി ഈ ജന്മം, ഈ നിമിഷം വരെ ചിലവാക്കിയ ധനത്തെപ്പറ്റി ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നാം കയ്യിലൊന്നും കൊണ്ടല്ല ഈ ഭൂമിയിൽ വന്നത്. നമുക്ക് വേണ്ടി ചിലവാക്കിയ ഓരോ പണവും ആരിലൂടെയൊക്കെയോ അമ്മ അനുഗ്രഹിച്ചു തന്നതാണ് എന്ന് മനസ്സിലാക്കി അമ്മയോട് നന്ദി പറയുമ്പോൾ നമുക്ക് ആർഭാടമായി ജീവിക്കാനും മറ്റുള്ളവർക്ക് ധാരാളമായി ദാനം ചെയ്ത് സഹായിക്കാനുമുള്ള ധനം തന്ന് അമ്മ സഹായിക്കും. ആർക്കെങ്കിലും ഇപ്പോൾ തോന്നുന്നുണ്ടോ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെന്ന്? നമ്മൾ ശ്വസിക്കുന്ന വായു നമുക്കമ്മ അനുഗ്രഹിച്ചു തരുന്നതാണ് എന്ന് ശ്വാസം കിട്ടാതെ ആസ്പത്രിയിൽ പോയി കിടക്കുമ്പോൾ നാം ശ്വസിക്കുന്ന ഓക്സിജന് അവർ വില ഈടാക്കുമ്പോൾ മനസ്സിലാകും നമുക്കത് അമ്മ അനുഗ്രഹിച്ചു തരുന്നത് ഫ്രീ ആയിട്ടാണ്, നമ്മളൊന്നും കൊടുക്കുന്നില്ല. അതുപോലെ നമ്മുടെ കിണറ്റിൽ നിന്ന് കിട്ടുന്ന വെള്ളത്തിൻ്റെ വില അറിയണമെങ്കിൽ 1000 ലിറ്റർ വെള്ളം പുറമേ നിന്ന് വാങ്ങി ടാങ്കിലൊന്ന് അടിച്ചു നോക്കണം. അതിനുള്ള വില കൊടുക്കുമ്പോഴാണ് നമ്മൾക്കിത് ഫ്രീ ആയിട്ട് അമ്മ തരുന്നതിൻ്റെ ആ വില മനസ്സിലാവുക. അതുപോലെ ഈ പ്രപഞ്ചം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, സൂര്യൻ ഊർജം തരുന്നു, സൂര്യൻ വെളിച്ചം തരുന്നു. ഈ വെളിച്ചം രാത്രി നമുക്ക് ബൾബിൽ നിന്ന് കിട്ടണമെങ്കിൽ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കണം. സൂര്യൻ തരുന്ന വെളിച്ചത്തിന് നമ്മൾ ഏതെങ്കിലും ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ആ ഊർജത്തിന് നമ്മൾ എന്തെങ്കിലും ഒരു വില കൊടുക്കുന്നുണ്ടോ? ആ ഒരു വിലയാണ് നമ്മളുടെ ഈ നന്ദി പ്രകടനം. നമ്മൾക്ക് പ്രപഞ്ചത്തിൽ കിട്ടുന്ന എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു നന്ദി പ്രകടനം കൊണ്ടാണ് നമ്മൾ വില കൊടുക്കുന്നത്. ആ വില കൊടുക്കുമ്പോൾ അത് കൂടുതൽ കൂടുതൽ തരാനുള്ള ആ ഒരു
ഉത്സാഹം പ്രകൃതിക്ക് കൂടുതൽ കൂടുതൽ വരും, അല്ലെങ്കിൽ ഈ പ്രപഞ്ച ശക്തിക്ക് കൂടുതൽ കൂടുതൽ വരും, അല്ലെങ്കിൽ അമ്മയ്ക്ക് കൂടുതൽ കൂടുതൽ വരും. ഈ പ്രപഞ്ചശക്തിയായിട്ട്, ഈ പ്രപഞ്ചം മുഴുവനായിട്ട് നിറഞ്ഞു നിൽക്കുന്നത് അമ്മ തന്നെയാണ്, ആ ഭഗവാൻ തന്നെയാണ്. വിശ്വം വിഷ്ണുർവഷട്കാരോ എന്ന് പറയും. വിശ്വം തന്നെയാണ് വിഷ്ണു, ആ വിഷ്ണു തന്നെയാണ് അമ്മ. ഈ പ്രപഞ്ചം നമുക്കൊരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു രൂപ പോലും കൊടുക്കാതെ തരുന്നുണ്ട് എന്നുള്ളത്, നമ്മൾ അതിനൊരു രൂപയല്ല അവിടെ അതിന് കൊടുക്കേണ്ട വില, നമ്മൾ ഈ കൊടുക്കുന്ന ഈ കൃതജ്ഞതയാണ് അതിനുള്ള വില എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇങ്ങനെ ഓരോന്നും നോക്കിയാൽ നമുക്ക് അമ്മ പ്രപഞ്ചശക്തിയായിരുന്നു കൊണ്ട് തരുന്ന അനുഗ്രഹങ്ങൾ എത്ര 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 എന്നുള്ളതിന് ഒരു കയ്യും കണക്കുമില്ല. അതുപോലെ ഈ ഒരു കൃതജ്ഞത പ്രകടിപ്പിക്കുക എന്ന ചിന്തകൾ ജീവിതത്തോട് തന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള കാഴ്ചപ്പാട് നമുക്കുണ്ടാക്കും. നമ്മുടെ ഒരു ചിരി മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു ശാന്തി കൊണ്ടുവരുന്നു എങ്കിൽ അതിനേക്കാൾ വലിയൊരു അനുഗ്രഹം നമുക്ക് കിട്ടാനില്ല. നമ്മളുള്ളതിന് നന്ദി പറയുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചുള്ള ആവലാതികൾ തനിയെ ഇല്ലാണ്ടാകും. നമ്മളുടെ മുഖത്ത് സ്ഥിരമായിട്ട് പുഞ്ചിരി വിടരും. സ്ഥിരമായിട്ട് നമ്മുടെ മനസ്സ് ശാന്തമായി സമാധാനമായി സന്തോഷമായിട്ടിരിക്കും. മനസ്സിൽ സന്തോഷമുണ്ടെങ്കിൽ അതുമാത്രമേ നമ്മുടെ മുഖത്ത് വരുള്ളൂ. അപ്പോൾ നന്ദിയുള്ള ഒരു മനസ്സ് എപ്പോഴും ജീവിതത്തിലെ നല്ല വശങ്ങളെ മാത്രമായിരിക്കും ശ്രദ്ധിക്കുന്നത്. എത്ര വലിയ പ്രതിസന്ധിയിലും ഒരു നല്ല വശം കണ്ടെത്താൻ ഇത് നമ്മളെ പ്രാപ്തരാക്കും. നമ്മൾ ആദ്യം നമുക്ക് കൈവന്ന അനുഗ്രഹങ്ങൾക്ക് അമ്മയോട് നന്ദി പറയുമ്പോൾ അത് ഭാവത്തോടെ ഹൃദയത്തിൽ നിന്നും വന്നതാണെങ്കിൽ, എന്തെങ്കിലും പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും അതിൽ അമ്മയുടെ അനുഗ്രഹം എവിടെയെങ്കിലും ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ നാം ശ്രമിച്ചു തുടങ്ങും. നമ്മുടെ കുടുംബത്തിൽ നാം ഏറ്റവും പ്രിയപ്പെട്ടവർ എന്ന് വിചാരിച്ച് നമുക്ക് ഏറ്റവും അടുപ്പമുള്ളവർ ഏതെങ്കിലും രീതിയിൽ നമ്മളെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യമോ, അല്ലെങ്കിൽ നമ്മെ മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുത്തുന്ന സാഹചര്യമോ, അല്ലെങ്കിൽ താരതമ്യം ചെയ്യുന്ന സാഹചര്യമോ ഒക്കെ വന്നാൽ നമുക്ക് സഹിക്കാൻ പറ്റാതെ വന്നേക്കാം. പലരും അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വളരെയധികം വിഷമം അനുഭവിച്ചേക്കാം. പക്ഷേ നാം കൃതജ്ഞതാ സ്വഭാവം വളർത്തിയെടുത്താൽ നമ്മുടെ മനസ്സിൽ ആദ്യം വരിക ഇത് അമ്മ എന്നെ ഏതോ രീതിയിൽ അനുഗ്രഹിക്കുകയാണ് എന്നാണ്. അങ്ങനെ വരുമ്പോൾ നാം ഉള്ളിരിക്കുന്ന അമ്മയോട് തന്നെ ചോദിച്ചു തുടങ്ങും, എന്തുകൊണ്ട് ഇങ്ങനെ വന്നു അമ്മയെന്ന്. അപ്പോൾ നമുക്ക് അമ്മ തന്നെ അതിനുള്ള ഉത്തരം ഉള്ളിൽ നിന്ന് പ്രകാശിപ്പിച്ചു തരും. അമ്മയിലേക്ക് നമ്മുടെ അടുപ്പം കൂട്ടാനും ലോകത്തിലെ ബന്ധങ്ങളിൽ നിന്നും ബന്ധനങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സിനെ മുക്തമാക്കുവാനുമായിരുന്നു ആ അനുഭവം എന്ന് നമുക്ക് മനസ്സിലാവും. മരണം വരെ കൂടെ ഒരേ ഒരാളെ ഉണ്ടാകൂ, അത് അമ്മയാണ് എന്ന് കരുതി അമ്മയെ സ്നേഹിക്കാനാണ് അമ്മ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാക്കിയത് എന്ന് കരുതി മറ്റുള്ളവരെ സ്നേഹിക്കാതിരിക്കുക എന്നും വേണ്ട. അവരിലിരിക്കുന്ന ആ ആത്മസ്വരൂപമായിട്ടുള്ള ആ ബോധസ്വരൂപമായിട്ടുള്ള അമ്മ, ആ അമ്മയെ കാണുമ്പോൾ, ആ അമ്മയെ കാണാൻ ശ്രമിച്ചു തുടങ്ങിയാൽ നമ്മൾ ആരെയും അവരായിട്ടല്ല കാണുക, അവരുടെ ഉള്ളിലിരിക്കുന്ന അമ്മയായിട്ട് തന്നെയാണ് നമ്മൾ അവരെ കാണുക. അങ്ങനെ അവരെ കൊണ്ട് നേരിട്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവരെ അകലെ നിന്ന് സ്നേഹിക്കാൻ നമുക്ക് കഴിയും. അതോടെ അവരോടുള്ള നമ്മുടെ ദേഷ്യവും വെറുപ്പും എല്ലാം ഇല്ലാണ്ടാവും. നമ്മൾ അതിൽ നിന്നൊക്കെ മുക്തരാകും. അതുമാത്രമല്ല, കുറച്ചു കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലെ ആ ഒരു സ്വഭാവം മാറി അവർ നമ്മളിലേക്ക് വളരെ സ്നേഹമുള്ളവരായി തന്നെ നമ്മളോട് പെരുമാറാനും തുടങ്ങും. അതിന് കുറച്ച് സമയമെടുക്കുമെന്ന് മാത്രം. അങ്ങനെ അവരുടെ ഉള്ളിലിരുന്ന് ഇത്തരം ഒരു അനുഭവത്തിലൂടെ നമ്മിലെ വിരക്തിയാണ് അമ്മ വളർത്തിയെടുക്കുന്നത് എന്ന് മനസ്സിലാവുമ്പോൾ അതിന് നാം അമ്മയോട് നന്ദി പറയും.
അതുപോലെ കൃതജ്ഞതാ സ്വഭാവം അഹങ്കാരമില്ലാതെയാക്കുന്നു. നമുക്കുള്ള സൗഭാഗ്യങ്ങൾ നമ്മുടെ മാത്രം കഴിവുകൊണ്ടല്ല, മറിച്ച് പരാശക്തിയായ അമ്മയുടെ അല്ലെങ്കിൽ ഒപ്പമുള്ള പലരുടെയും ഉള്ളിലിരുന്ന് അമ്മ തരുന്ന സഹായം കൊണ്ടാണ് ഇതെല്ലാം ലഭിച്ചത് എന്ന തിരിച്ചറിവ് ഈ നന്ദി പ്രകടിപ്പിക്കുന്നതിലൂടെ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അമ്മയുടെ അനുഗ്രഹമാണ് എന്ന് കാണുന്നതിലൂടെ ഉണ്ടാകുന്നു. ഇത് മനുഷ്യനിൽ വിനയം വളർത്താൻ സഹായിക്കും. അഹങ്കാരം തീരെ ഇല്ലാണ്ടാകും. കൂടുതൽ നന്മകളെ ആകർഷിക്കും ഈ കൃതജ്ഞതാ സ്വഭാവം. നമ്മുടെ പക്കലുള്ള ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ സംതൃപ്തരും നന്ദിയുള്ളവരുമായിരിക്കുമ്പോൾ ജീവിതത്തിലേക്ക് കൂടുതൽ കൂടുതൽ നല്ല അനുഭവങ്ങളും സൗഭാഗ്യങ്ങളും അത് കൊണ്ടുവരും. കുട്ടികൾ നാം വാങ്ങിക്കൊടുക്കുന്ന ചെറിയ കളിപ്പാട്ടങ്ങൾക്ക് വലിയ സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ കൂടുതൽ വാങ്ങിക്കൊടുക്കാൻ തോന്നുന്നത് പോലെ പോസിറ്റീവ് ഊർജം എപ്പോഴും പോസിറ്റീവ് കാര്യങ്ങളെ തന്നെയാണ് ആകർഷിക്കുക. ചുരുക്കത്തിൽ നന്ദി പറയുക എന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ സ്വന്തം മനസ്സിൻ്റെ നന്മയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദിവസവും ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അന്ന് ജീവിതത്തിലുണ്ടായ ഏതെങ്കിലും 3 നല്ല കാര്യങ്ങൾ ഓർത്ത്, കൂടുതലായാൽ അത്രയും നല്ലത്, അമ്മയോട് നന്ദി പറയുക. അത് അമ്മയുടെ അനുഗ്രഹങ്ങളെ കൂടുതൽ കൂടുതൽ കാണാനും അതുവഴി ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരുവാനും നമുക്ക് സാധിക്കും. നാം നാളെ മുതൽ ഇങ്ങനെ അമ്മയുടെ അനുഗ്രഹങ്ങൾ ഓരോന്നായി എടുത്ത് അവ നമ്മിൽ ഏത് രീതിയിൽ അനുഗ്രഹമാക്കുന്നു എന്ന് വിശകലനം ചെയ്ത് അതിന് അമ്മയ്ക്ക് നന്ദി പറയാൻ പോവുകയാണ്, അല്ലെങ്കിൽ അത് അമ്മയുടെ അനുഗ്രഹമാണ് എന്ന് പറയാൻ പോവുകയാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി 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 നന്ദി. എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹവർഷമുണ്ടാവട്ടെ. ധനധാന്യ സമ്പദ് സമൃദ്ധിയോടെ ആയുരാരോഗ്യം തന്ന് എല്ലാവരെയും അമ്മ അനുഗ്രഹിക്കട്ടെ. ചരണം ശരണം രമാംബികേ, ചരണം ശരണം ത്രയംബകേ. ജയ് മാതാ.